നമ്മളെവിടെ പോയി രാവിലെ? നമ്മൾ രാവിലെ മീൻ വാങ്ങാൻ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. മീൻ വാങ്ങാൻ പോകേണ്ടി നമ്മൾ കൊല്ലം ബൈപ്പാസിലെ മങ്ങാട് കടവൂർ പാലത്തിന്റെ മുകളിലാണല്ലേ. ഇപ്പൊ കൊല്ലത്ത് വന്നിട്ട് എത്ര നാളെ? കൊല്ലം ഭാഷ പഠിച്ചല്ലേ? അപ്പൊ നീ പറയുന്ന കേൾക്കാൻ പാടാ, ഭയങ്കര ബഹളമാണ്. അപ്പം നമ്മളാണ്ടോ അടിപൊളിയല്ലേ ഭംഗി. ഈ ഇടയ്ക്ക് ഭയങ്കരമായ കാറ്റടിച്ചിട്ടുണ്ടോ? ഇവിടെ കുറെ ഹോർഡിങ്സ് ഒക്കെ വെച്ചായിരുന്നു, എല്ലാം പൊത്ത് തറയെ വീണ്, അത്രയ്ക്കും കാറ്റായിരുന്നു. ഇപ്പൊ നമ്മൾ നേരെ മീൻ മാർക്കറ്റിലോട്ട് പോവാണ്. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല, നമ്മൾ ഡബിൾ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ടാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. പോവാം. ഞങ്ങളെ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിച്ചു, കൂടെ കപ്പ മേടിച്ചു, പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിപ്പോൾ നമ്മളെ വീട്ടിൽ വന്നിട്ടോ. ഇന്ന് എന്താണ് പരിപാടി? അപ്പൊ ഇന്ന് അതെ, ഇന്ന് നമ്മൾ കപ്പയും മീൻകറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലോട്ട് കയറുന്നേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞാല് ഇത്രയും നാളായിട്ട് നമ്മളിതൊരു ആതിരയുടെ കുക്കിംഗ് നമ്മളിത് കാണിച്ചിട്ടില്ല. ഞങ്ങൾ അമ്മയുടെ ഒരുപാട് പാചകങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇന്ന് ആതിരയുടെ ആള് റെഡിയല്ലേ? ഇനി ഇതെല്ലാം വെട്ടി. മീൻ ഏതായിരുന്നു? മീൻ മറ്റേ പുയ്യാപ്പിളക്കൊറ്റില്ല, ചോപ്പങ്കോര. ഞങ്ങളുടെ നാട്ടിൽ കിളിമീൻ എന്ന് പറയും. ഇവിടെ വന്നപ്പോ മറ്റേ ചോപ്പങ്കോര എന്ന് പറയുന്നുണ്ട്. കാസർഗോഡ് അങ്ങനെ കുരിയാപ്പിള അല്ല, പുയ്യാപ്പിളക്കൊറ്റില്ല. എന്താ ശരി, ആതിര നല്ല രീതിയിൽ കുക്ക് ചെയ്യും കേട്ടോ. കാരണം ഞങ്ങൾ അമ്മയ്ക്ക് പോലും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വീട്ടിലുള്ളപ്പോ മൊത്തത്തിൽ അവൾ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. നല്ല രീതിയിൽ എല്ലാം അറിയാലോ നിനക്ക്. അപ്പൊ ഇന്ന് നമ്മൾ കാണിച്ചു തരും. ഇന്ന് ഞങ്ങൾ ജസ്റ്റ് വീട്ടിലൊരു ചെറിയ കുക്കിംഗ് ആണ് നമ്മൾ പരിപാടി കേട്ടോ. അപ്പൊ തുടങ്ങാം, റെഡിയല്ലേ? അപ്പൊ പോയി മീൻ കട്ട് ചെയ്തോ. അപ്പൊ നമ്മളെ ഇന്നത്തെ പാചകം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 3 മീനേ എടുക്കുന്നുള്ളൂ. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. 3 മീൻ വെച്ചിട്ട് 3 മീൻ വെച്ചാണ് ആദ്യം നമ്മൾ മീൻ കഴിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം മീൻ വെട്ടട്ടെ. മീൻ വെട്ടി നിനക്ക് കത്രിക വെച്ചല്ലേ വെട്ടത്തുള്ളൂ? കത്രിക വെച്ചിട്ട് ഇതൊക്കെ വെട്ടും. മീൻ ചട്ടി ഇതിനകത്താണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. നാടൻ കറി, മുളകിട്ട മീൻ കറി. ആദ്യം നമ്മളതിൻ്റെ മുള്ള് എല്ലാം കടിച്ചു കളയണം. ഇത് എടുക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ മുള്ള് നമ്മുടെ കയ്യിലൊക്കെ കൊണ്ട് നല്ല വേദന. അതുകൊണ്ട് ആദ്യം നമ്മൾ മുള്ളൊക്കെ കട്ട് ചെയ്ത് കളയണം. നമ്മളിവിടെ മീനൊക്കെ വെട്ടി, പിന്നെ ഉള്ളിയും മുളകും എല്ലാം അരിഞ്ഞ് അല്ലേ, എല്ലാം സെറ്റാക്കി ചട്ടിയൊക്കെ വെച്ച് റെഡിയായി. ഞങ്ങൾ കുക്കിംഗ് തുടങ്ങും കേട്ടോ. പെട്ടെന്നാവട്ടെ, എനിക്ക് വിശക്കുന്നു. അപ്പം ഞങ്ങൾ ആതിരയ്ക്ക് സത്യം പറഞ്ഞാൽ കുക്കിംഗ് വീഡിയോ എടുക്കുന്നതിന് വലിയ താല്പര്യമില്ല. യാത്രയാണ് നമുക്ക് ഇല്ലാത്തോണ്ടല്ലേ എനിക്ക് അത് അത്ര എന്താ വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ ആ കാര്യത്തിൽ തന്നെ അങ്ങ് ഭയങ്കര ഇതായി പോകും. വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. നമുക്ക് ട്രാവലിംഗ് ആണ് ഭയങ്കര ഇഷ്ടം. നമ്മളിപ്പം നിലവിൽ ചെറിയ ട്രാവലിംഗ് ഇല്ല, നമ്മൾ ഉടനെ തുടങ്ങും. കുറച്ച് ഫണ്ടിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. ട്രാവലിംഗ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണല്ലേ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മളിപ്പോൾ തൽക്കാലം വീട്ടിലൊക്കെ തന്നെ ഉണ്ട് നാട്ടിലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഇനി എന്താ പരിപാടി? അപ്പം എല്ലാം റെഡി ആയല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് വറുത്തിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങുന്നത്. എല്ലാരും അങ്ങനെ ആയിരിക്കത്തില്ല, ചിലരൊക്കെ ലാസ്റ്റ് ആയിരിക്കുമല്ലോ കടുക് വറുക്കുക. ഇത് ആദ്യം കടുക് വറുക്കോ? ഞാൻ ആദ്യം കടുക് വറുക്കുന്നത് കഴിഞ്ഞിട്ട് ചെയ്തു. ഇച്ചിരി വെറൈറ്റി ആയിരിക്കും. അപ്പൊ ആദ്യം കടുക് വറുക്കും, പിന്നെ കറി. എനിക്ക് ഇതിനെ പറ്റി വലുതായിട്ട് അറിയാത്തോണ്ട് ഞാൻ ലാസ്റ്റ് ആണ് ഉണക്കമീൻ സാമ്പാർ അറിയത്തുള്ളു. ഉണക്കമീനും സാമ്പാറും ഓംപ്ലേറ്റും അതാണ് നമ്മുടെ മെയിൻ സാധനം. കടുക് ഇട്ടിട്ട് എണ്ണ ചൂടായിരുന്നു അല്ലേ? ചട്ടി ചൂടായിട്ടിരിക്കും. അപ്പൊ എണ്ണ ഒഴിക്കുമ്പോ കുറച്ചും വെച്ചിട്ടുണ്ട്. വീട്ടിൽ നീ തന്നെയാണോ കുക്ക് ചെയ്യുന്നത്? വീട്ടിൽ ഞാൻ തന്നെയാണോ കുക്ക് ചെയ്യുന്നത് ചോദിച്ചാല് അമ്മ ജോലി ചെയ്യും, ഞാനും ചെയ്യും. ഞാനും പാടും, എന്റെ പാടും. നമുക്ക് എല്ലാം വരിടാം. പൊട്ടിയില്ല, പൊട്ടട്ടെ. ഞാൻ കുറച്ച് ഉലുവായും കൂടി ഇടാം. ഞാൻ ഉലുവ പൊടി ചേർക്കുന്നില്ല, കുറച്ച് ഉലുവ കടുക് വറക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നത്.
അപ്പൊ എന്തോ അടുത്ത പരിപാടി എന്തോ? അടുത്ത പരിപാടി നമ്മളിനി കപ്പ വേവിക്കാൻ പോവാണ്. ഇപ്പൊ കപ്പയുടെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കുക. കൊല്ലക്കാരൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാം കൊള്ളാം. എന്താണ് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട കൊല്ലത്ത്? അങ്ങനെ സ്ഥലമൊക്കെ അടിപൊളിയാ, പക്ഷെ പകലൊന്നും അത്ര രസമില്ല. രാത്രിയാണ് രസം. പിന്നെ ഇവിടെ പുകയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ. പുകയെന്ന് വെച്ചാല് കൊല്ലം പള്ളിമുക്കി രാത്രി അതിൽ കൂടെ പോയാൽ മൊത്തം ചിക്കനും പൊരിച്ചതിന്റെ മണമാണ്. അതാണ് പുകയുന്ന സ്ഥലം. പിന്നെ ഇവിടുത്തെ ഉള്ളവരെല്ലാം എന്തുവാടേ അങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത്. മുകേഷ് ഒക്കെ സംസാരിക്കുന്നത്. പക്ഷെ ചേട്ടൻ അത് കിട്ടിയിട്ടില്ല. ഇല്ല, എനിക്ക് എല്ലാ ഭാഷയും കൂടെ ചേർന്ന ഒരു ഭാഷയാണ്. പക്ഷെ ചേട്ടൻ ഇങ്ങനെ പറയും, എന്താ വേടിച്ചു ഞങ്ങളൊക്കെ വാങ്ങിച്ചു വേടിച്ചു, ഓടിക്കൊണ്ട് വരുന്നു, അങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ. അങ്ങനെ കുറെ വെറൈറ്റി വേർഡുകളുണ്ട് കൊല്ലത്ത്. അതൊക്കെ കൊല്ലത്തുനിന്ന് കിട്ടിയതാ. അപ്പൊ എന്തായാലും കപ്പ വെട്ടിക്കോ, എന്നിട്ട് നമുക്ക് സമയം 1 മണി ആവാറായി. ഇല്ല, 12 മണിയായി. 12 മണിയായി. അടുത്ത തേങ്ങയും കൂടെ ചെറിയിട്ടിട്ട് ഞാൻ പരിപാടി അല്ലേ? നമ്മൾ ഇച്ചിരി പൊക്കം കിട്ടാൻ വേണ്ടി അവള് ഇതിനകത്ത് കയറിയെന്നാണ് ചെറിയത് അല്ലേ? അപ്പൊ എന്താ നമ്മളെ പരിപാടികളൊക്കെ പെടപെടാതെ നമ്മൾ തീർത്തു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മീൻകറി ഉണ്ടാക്കി അല്ലേ? നല്ല ചുമപ്പും കളറിലുള്ള മീൻകറി. പിന്നെ കപ്പ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി കൂടെ കുഴഞ്ഞ് ആണെങ്കിലാണ് കഴിക്കാൻ ഇഷ്ടം കേട്ടോ. ആകുമ്പോൾ എളുപ്പം കഴിക്കാം. പിന്നെ മീൻകറി കൂട്ടി ഇപ്പൊ കഴിക്കാൻ പോവാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇച്ചിരി കൊള്ളാന്നൊക്കെ പറഞ്ഞു കൊടുത്തായി. അപ്പൊ അതിലേക്ക് നല്ല സന്തോഷമാവും. അല്ലെങ്കിൽ കൊള്ളാം കേട്ടോ. ഞാൻ ഇതാ പറയുന്നത്, നല്ല ആദ്യം ഉണ്ടാക്കുന്നൊക്കെ അടിപൊളിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് മീൻകറിയും കൂട്ടിയിട്ട് കഴിക്കാൻ അല്ല ശരിയല്ലേ? ഞങ്ങൾ ഉച്ചത്തെ ആഹാരം തന്നെ ഇതാട്ടോ. പിന്നെ ചോറുണ്ട്. പക്ഷെ ഇപ്പൊ ചോറ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. ഒന്നാം ഇലയുടെ നമുക്ക് ഇല നമ്മളെ ഇവിടെ ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ, പറമ്പിൽ തന്നെ ഉണ്ട്. അവിടെ നിന്ന് വെട്ടിയാൽ മതി ഇല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയൊരു കുക്കിംഗ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ അല്ലേ? കപ്പയും നല്ല മീൻകറിയും. ഞങ്ങൾ എന്നിട്ട് ആ വീടിൻ്റെ വെളിയിൽ ഇതാ നമ്മുടെ സിറ്റ് ഔട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാനും ആതിരയും കൂടെ ഒരു ഇലയിൽ കഴിക്കാൻ വേണ്ടി പോവുകയാണല്ലേ? എടുത്തോ. അപ്പോൾ ഇലയിൽ കഴിക്കുന്ന അത് വേറൊരു ഫീലാണ്. നല്ല അടിപൊളി നാടൻ കപ്പയും മുളകിട്ട ഇതിനകത്ത് ഒഴിക്കടി, മണ്ടയ്ക്ക് ഒഴിച്ചിട്ട് കഴിക്കാം. എന്നിട്ട് നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ കാണുവാണെങ്കിൽ ചെറിയൊരു കൊതിയൊക്കെ വരും കേട്ടോ. മീൻ കഷ്ണം എടുത്ത് അതിനകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് സൂപ്പർ കേട്ടോ, കൊള്ളാം. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. കാരണം ഇങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടോണ്ടിരിക്കണല്ലോ. അടിപൊളി. കുറച്ചുകൂടി പൊക്കി പറയാനാണ് അതിൽ പറഞ്ഞിരിക്കണം. എന്നാലും കൊള്ളാം. നീ വാ, ആ സൈഡ് നീ എടുത്തോ, ഈ സൈഡ് ഞാൻ തീർക്കാം. മീൻ ഇതൊരു ചെറിയൊരു സന്തോഷം ഞങ്ങളെ അല്ലേ? ഭക്ഷണം തരുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വേറൊരു സംഭവമാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഭാര്യ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ വെട്ടി വിഴുങ്ങുവാണ് അല്ലേ? നീ ഉണ്ടാക്കുന്ന ഫുഡ് നിനക്ക് ഇഷ്ടമാണോ? അല്ല, ചിലവർക്ക് അവരുണ്ടാക്കുന്ന വേറെ ഇഷ്ടപ്പെടത്തില്ല. മീൻകറിയും കപ്പയും നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ? ഒരു മുളകിട്ട് കറിയുന്നത് ഇവിടെ എല്ലാം കൂടുതലും ചേട്ടൻ തേങ്ങ അരച്ച കറിയാ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ മുളകിട്ട് കറിയാ കൂടുതലും. പത്തനംതിട്ട അവിടെ ഞങ്ങളിവിടെ പിന്നെ വല്ലപ്പോഴും ഒക്കെ ഉള്ളു ഇങ്ങനെ തേങ്ങ അരച്ച് കറി വെക്കുന്നത്. നമ്മളിവിടെ കൂടുതലും മുളകിട്ട് കറിയാ കൂടുതലും. ഇവിടെ ഇതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഞങ്ങളെ മീൻകറിയായി കപ്പയും. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കഴിക്കുവാണ്.
അപ്പം എന്താ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു യുദ്ധം കഴിഞ്ഞ് മൊത്തത്തിൽ കാലിയാക്കി കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് അടിപൊളി ഒരു ഫുഡ് അടിയായിരുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ 29-ാം തീയതി ഞങ്ങൾ എവിടെയാ പോകുന്നത്? 29-ാം തീയതി കന്യാകുമാരി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ തമിഴ്നാട് ഒരുപാട് വീഡിയോ ഇട്ടില്ല. ഇത് സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരനും ഫാമിലിയായിട്ട് അവർക്കൊരു യാത്ര പോകണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് നാൾ. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് ഞങ്ങൾ 4 പേര് പോവുകയാണ്. അത് 29-ാം തീയതി. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ അടുത്ത പ്ലാനൊക്കെ പറയാം അല്ലേ? അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അയക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ.